ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ 5th ഡേ എത്തിയിരിക്കുകയാണ്. 5th ഡേ ആസ് യൂഷ്വൽ മിൽക്ക് ടീ കുടിച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏർലി മോർണിംഗ് വിത്തൗട്ട് ഷുഗർ. ഞാൻ ഈ 1 കപ്പ് കാണിക്കെങ്കിലും നോർമലി ഞാൻ ഈ 1 കപ്പ് കുടിക്കാറില്ല. ഇത് ചെറിയ കപ്പാണ്, എന്നാൽ പോരാ ഞാൻ ആ ഫുൾ കപ്പ് കുടിക്കാറില്ല. ഒരു 4 to 5 സിപ്പ് മാത്രമേ ഇപ്പോൾ കുടിക്കാറുള്ളൂ. സോ ആഫ്റ്റർ ടീ ഞാനൊരു 7:30 ഒക്കെ ആയപ്പോൾ, കുറച്ച് ലേറ്റ് ആയപ്പോൾ 7:30 ഒക്കെ ആയപ്പോൾ ഞാൻ മോർണിംഗ് വാക്കിന് പോയി. അറൗണ്ട് 4000 സ്റ്റെപ്സ് ഞാൻ നടന്നായിരുന്നു. അറൗണ്ട് 30 to 40 മിനിറ്റ്സ് നടന്നായിരുന്നു. കുറച്ച് വെയിലൊക്കെ ആയിരുന്നു, ചൂട് മാറിയിട്ടില്ല, എന്നാലും കുറച്ച് സ്പീഡിൽ നടക്കാൻ പറ്റി. പിന്നെ എൻ്റെ വീഡിയോസ് ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്ക് യൂട്യൂബ് വീഡിയോസിന് താഴെ കമൻറ്റ്സ് വരുന്നില്ലെങ്കിലും കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജസും പേഴ്സണലി വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. ഡയറ്റ് വീഡിയോസ് കണ്ടു കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. സോ ഞാനിങ്ങനെ വീഡിയോസ് ഇട്ട് ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആവുന്നെങ്കിൽ ആകട്ടെ എന്നും കരുതി. അതുപോലെ തന്നെ എനിക്ക് ഡയറ്റ് എടുത്തതിന് ശേഷം കുറച്ച് നല്ല തോതിൽ നല്ലൊരു റിഫ്രഷ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഡയറ്റ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർ ഒട്ടും മാറി നിൽക്കണ്ട, ഡയറ്റ് എടുക്കാൻ തന്നെ ശ്രമിച്ചോളൂ. അപ്പോൾ രാവിലത്തെ നടത്തം എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് എത്താറായി. ഒരു 30 to 40 മിനിറ്റ്സ് നടന്നു. ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി നടന്നിട്ടൊക്കെ വന്നപ്പോൾ. അപ്പം നടന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി എൻ്റെ ഫേവറേറ്റ് ചിയാ സീഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേർപ്പൊക്കെ ഒന്ന് ഉണങ്ങി. പക്ഷെ എനിക്ക് വേർപ്പിലിങ്ങനെ വന്നിട്ട് ഇങ്ങനെ തണുത്ത ചിയാ സീഡ് കുടിക്കാനാണ് ഇഷ്ടം. അപ്പം ഇനി ചിയാ സീഡ് കുടിക്കും. പിന്നെ എനിക്ക് ചിയാ സീഡ് വെള്ളം കുടിക്കണം. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം. എക്സസൈസ് എടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഉറങ്ങുകയൊക്കെ ചെയ്യും, പക്ഷെ രാത്രി ഞാനിപ്പോൾ നേരത്തെ കിടക്കുന്നുണ്ട്, രാവിലെ നേരത്തെ എണീക്കുന്നുണ്ട്, ഫുഡ് കറക്റ്റ് സമയത്ത് കഴിക്കുന്നുണ്ട്. മറ്റേത് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കഴിക്കാൻ തോന്നില്ല, എന്തെങ്കിലും സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണം കഴിച്ചിട്ട് അങ്ങ് ചെയ്യും. അത് സത്യം പറഞ്ഞാൽ ഒരു ബ്രഞ്ച് ആയിരിക്കും കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബ്രഞ്ച് ടൈമൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പം ഡയറ്റ് എടുത്തതിന് ശേഷം എനിക്ക് മനസ്സിലായത് കറക്റ്റായിട്ട് എല്ലാ ന്യൂട്രിയൻസും കറക്റ്റായിട്ട് ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും എല്ലാം കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്, കറക്റ്റ് ടൈമിങ്ങിൽ കഴിക്കാൻ പറ്റുന്നുണ്ട്, ഗ്യാസ്ട്രിക് ആവാതെ നോക്കുന്നുണ്ട്. എനിക്ക് ഗ്യാസ്ട്രിക് ആകുമ്പോഴാണ് പെട്ടെന്ന് മൈഗ്രെയിൻ ട്രിഗർ ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റി. പിന്നെന്താണ്, പിന്നെ ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഞാൻ നല്ല ഹാപ്പിയാണ് എല്ലാ കാര്യത്തിലും. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, നമുക്ക് തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. തോന്നിയ ഒരു ഡിഫറൻസ് ആണ് ഞാൻ പറയുന്നത്. മറ്റേ രാവിലെ എണീറ്റിട്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വിചാരിക്കാം ഇന്നിപ്പോൾ നടക്കാൻ പോകണം, ഇനി പിന്നെ ആവട്ടെ. ഇതിപ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ തോന്നുന്നുണ്ട്. ഇപ്പം ഒരുപക്ഷെ വീഡിയോ എടുക്കുന്നത് കൊണ്ടായിരിക്കാം വീഡിയോ എടുക്കണമല്ലോ എന്ന് തോന്നിയിട്ടാണെങ്കിലും നടക്കാൻ പോകുന്നുണ്ട്, പോർഷൻസ് ശ്രദ്ധിക്കുന്നുണ്ട്, കറക്റ്റ് ടൈമിങ്ങിൽ കഴിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം ഇൻക്ലൂഡഡ് ആയോ നോക്കാൻ പറ്റുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ഡീഹൈഡ്രേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വെള്ളം ഞാൻ പ്രത്യേകിച്ച് ഇപ്പം ശ്രദ്ധിക്കുന്നത്, കുപ്പിയിൽ വെക്കുന്നതിന് പകരം കുപ്പിക്ക് അടുത്ത് ഗ്ലാസ്സും വെച്ചേക്കും. അപ്പോൾ ഗ്ലാസ്സിൽ കുടിക്കുമ്പോൾ കറക്റ്റായിട്ട് ക്വാണ്ടിറ്റി അറിഞ്ഞ് കുടിക്കാൻ പറ്റുന്നുണ്ട്. മറ്റേ കുപ്പിയിലാകുമ്പോൾ കുറച്ച് സിപ്പ് ചെയ്ത് നമ്മളവിടെ വയ്ക്കും. അപ്പം ഇതാണ്. അപ്പം ഇനി കുറച്ച് ചിയാ സീഡ് കുടിച്ചിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ നടന്നു വന്നതിന് വിശേഷം. നടക്കാൻ പോയിട്ട് വന്നപ്പോൾ കുറെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. കുട്ടികളെ സ്കൂളിൽ പോകുന്നത് കാണാൻ പറ്റി. നല്ല ഏരിയയാണ്, സ്കൂൾ ഏരിയ ആയതുകൊണ്ട് നടക്കാൻ നല്ല സുഖമാണ്. പിന്നെ ഇൻ ബിറ്റ്വീൻ ഡ്രിങ്കിങ് വാട്ടർ ഒക്കെ അവിടെ വഴിയിലുണ്ട്. അപ്പം ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് തോന്നെങ്കിൽ രാവിലെ കുടിക്കാനായിട്ട് വെള്ളമുണ്ട്, അതുകൊണ്ട് ആ പ്രശ്നമില്ല. ചൂട് കുറഞ്ഞു വരുന്നുണ്ട്, എന്നാലും ചൂടുണ്ട്, എന്നാലും കമ്പാരിറ്റീവ്ലി കുറഞ്ഞു. ഒരു 8:30 ഒക്കെ ആയപ്പോൾ ഞാൻ ഒരു 1/2 കുറ്റി ഓട്സ് പുട്ട് ഉണ്ടാക്കി കഴിച്ചായിരുന്നു. അതിൽ 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്തത്. അതോടൊപ്പം ബട്ടറിൽ 2 മുട്ട എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ പോർഷൻ ഒനിയൻ്റെ പീസും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാനിൽ ഒരു റെസിപ്പീസിലും സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല, കൂടുതലും ബട്ടറാണ്. പിന്നെ ഫിഷ് കറിയിൽ മാത്രം ഞാൻ വെർജിൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ എനിക്ക് പറയാനുള്ളത് ഓട്സ് ഞാൻ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഹോൾ ഗ്രെയിൻ ഓട്സ് തന്നെയാണ് എടുക്കാറുള്ളത്. അതാണ് കുറച്ചുകൂടെ ഹെൽത്തി എന്ന് കേട്ടിട്ടുണ്ട്. ഓട്സ് പുട്ട് പോർഷൻ ചെറുതാണെങ്കിലും നല്ല ഹെവിയാണ്, കഴിക്കുമ്പോൾ വയറ് ഫുള്ളായിരിക്കും. സോ 11 o'clock ഞാൻ ഒരു പോർഷൻ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കഴിച്ചത്. സോ ഇതാണ് എൻ്റെ ബ്രഞ്ച്. ലഞ്ച് അറൗണ്ട് 1:30 ഞാൻ കഴിച്ചു. വളരെ ലൈറ്റായിട്ടായിരുന്നു. കുക്കുംബറും ടൊമാറ്റോയും പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് യോഗേർട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യോഗേർട്ട് എന്തുകൊണ്ടും ബോഡിക്ക് നല്ലതാണ്. പ്രോബയോട്ടിക് സോഴ്സ് ആണ്. ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ് നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. ഈവനിങ് ഞാൻ ടീ സ്കിപ്പ് ചെയ്തു. പകരം കുറച്ച് പോർഷൻ പീനട്ട്സ് ആണ് കഴിച്ചത്. പീനട്ട്സ് എന്തുകൊണ്ട് നല്ലതാണ്, ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുള്ളൊരു ഫുഡാണ്. എസ്പെഷ്യലി ലേഡീസിന് നല്ലതാണ്. ആൻഡ് ഫൈനലി ഡിന്നർ ഓട്സ് ആയിരുന്നു. ഓട്സിൽ ഞാൻ കുറച്ച് ഒരു ചെറിയ പോർഷൻ അറൗണ്ട് 3 to 4 tablespoon മിൽക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. ലോ ഫാറ്റ് മിൽക്കാണ് ചേർത്തത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ആൽമണ്ട് സ്ലൈസസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പോ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. വൈറ്റ്സ് അധികം യൂസ് ചെയ്യാതെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡയറ്റ് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക, ഉൾപ്പെടുത്തുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. ലവ് യു ഓൾ. ബൈ ബൈ.